നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രതാപം പറയുന്നതിലും കാര്യമുണ്ട്. ഈ സമയത്ത് ഇവിടെ പോലീസ് വരുന്നത് അത്ര നല്ല ലക്ഷണമല്ല. ആ ശരി ശരി, പോലീസിൽ കംപ്ലൈന്റ് ഒക്കെ പിന്നെ ആവാം. തൽക്കാലം നമുക്കിത് മറക്കാം. ഫസ്റ്റ് ഗായത്രിയുടെ ബർത്ത്ഡേക്കുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. ശരി സർ. ആ കയ്യൊന്ന് നീട്ടിയേ. ഈ വള എന്റെ സമ്മാനമായി പ്രഭാവതിക്കിരിക്കട്ടെ. അയ്യോ, താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. ആഹാ, ഇവിടെ എന്താ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങാൻ പോവാണോ? കൗരവപ്പടയും പാണ്ഡവപ്പടയും ഒക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടല്ലോ. ഗാർഗി, അമ്മയ്ക്ക് ഒരു വള കൊറിയറിൽ വന്നു. കൊറിയറിൽ വരണമെങ്കിലേ അത് സ്വർണ്ണമൊന്നും ആയിരിക്കില്ല, മുക്കായിരിക്കും. അങ്ങോട്ട് മാറി നിൽക്കി. അയ്യോ, ആഹാ, കൊള്ളാലോ. ഇത് തനി സ്വർണം തന്നെയാ. ആരാ ഇത് അയച്ചത്? ആ ഫ്രം അഡ്രസ് നോക്കിയേ. ഫ്രം അഡ്രസ് ഒന്നുമില്ല. ആ കൊറിയർ പയ്യൻ പോവുകയും ചെയ്തു. ഇനിയിപ്പോ ആരോട് ചോദിക്കാന്? ആ, ചിലപ്പോ വിപിനായിരിക്കും അയച്ചത്. വിപിൻ എന്തിനാ കൊറിയർ അയക്കുന്നത്? നേരിട്ടങ്ങ് കൊടുത്താ പോരെ. ഇതങ്ങനെ ഒന്നുമല്ല. ഫ്രം അഡ്രസ് ഇല്ലാത്ത കൊറിയറില് മറ്റെന്തോ ദുരുദ്ദേശമുണ്ട്. ലക്ഷണം കണ്ടിട്ട് വിശാൽ സാർ അയച്ചതുപോലെ ഉണ്ടല്ലോ. അതെ, ഞാൻ തന്നെ അത് അയച്ചത്. ഗാർഗി പറഞ്ഞതുപോലെ ഒരു ദുരുദ്ദേശം ഇല്ല കേട്ടോ. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ആരോടും പറയാതിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ വിശാൽ സാർ ആയിരിക്കും ഈ സമ്മാനം അയച്ചതെന്ന്. പ്രഭാവതി അമ്മയുടെ എല്ലാ പിറന്നാളിനും വിശാൽ സാറ് സമ്മാനം കൊടുക്കാറുണ്ടല്ലോ. എനിക്ക് തീരെ വിശ്വാസം വരുന്നില്ല. സത്യം പറ, നീയാണോ ഈ കൊറിയർ അയച്ചത്? വിശാല് പറഞ്ഞില്ലേ അവനാണ് ഈ ഗിഫ്റ്റ് അയച്ചതെന്ന്. പിന്നെ നിനക്കെന്താ ഇത്ര സംശയം? അതല്ലേ ചേച്ചി, എന്റെ മനസ്സിൽ തോന്നി ഞാൻ പറയാം. ചേച്ചി ഒന്ന് ശ്രദ്ധിച്ചു കേക്ക്. അതായത് ഈ വള. നീ ഇനി ഒന്നും പറയണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.